ഞാൻ നിങ്ങളെപ്പോലെ മനുഷ്യനായിരുന്നു ആദ്യം. ആ മനുഷ്യനായ ഞാൻ സമാധിയായി. ഞാൻ ഗുരു എന്ന് പറയില്ല. ഇവിടെ കുറേ ഗുരുക്കന്മാരുണ്ട്. അവര് ദൈവമല്ല, ഈശ്വരനല്ല. ഞാൻ ഈശ്വരനെ കണ്ടു, ഞാൻ അള്ളാഹുവിനെ കണ്ടു. ആ അള്ളാഹുവിനെ എൻ്റെ ബോധം പോക്കി. ഞാൻ ഇവിടെ ബിസിനസ് ചെയ്ത് കിടന്ന പണക്കാരനായിരുന്നു, കോടീശ്വരനായിരുന്നു, വണ്ടി ഓടിച്ചേർന്ന. എൻ്റെ ബോധം പോക്കി. എൻ്റെ ജോലി ഇന്ന് ഞാൻ ബോധമില്ലെങ്കിൽ ഞാനില്ലല്ലോ. ഭാര്യ, കുട്ടികൾ, വീട്, കുടുംബം എല്ലാം വിട്ട് ഞാൻ ആകാശത്തേക്കാണ് പോയത്. അതാണ് അള്ളാഹു ഉദ്ദേശിച്ചവരെ അവൻ തൻ്റെ പ്രകാശത്തിലേക്ക് മാർഗദർശനം നൽകി അപ്രകാശത്തിൽ കൊണ്ടെത്തിച്ച് ഞാൻ പിന്നെ പ്രകാശമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഞാൻ പൊട്ടത്തര ഊഹോ സങ്കല്പോ ലോകത്തെ പറ്റിക്കാനോ അല്ല. എൻ്റെ റിയലായുള്ള യാഥാർത്ഥ്യത്തെയാണ് ഞാൻ കാണിക്കുന്നത്. അതിനാരെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വാ പറയും, പിന്നെ എന്താണെന്ന് കാണിക്കും. റസാഖ്, ഞാൻ ലോകത്തെയാണ് വെല്ലുവിളിക്കുന്നത്. ഇനി അതല്ല, അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ വാ, പറയട്ടെ. ഓരോരുത്തരും ഓരോ വീഡിയോ കിട്ടാൻ ആൾക്കാരെ വിമർശിക്കും. എന്താന്നറിയ പറയും, അത് കഞ്ചാവ് വലിച്ചിട്ടാണ്, കള്ളു കുടിച്ചിട്ടാണ്, ലഹരിയാണ് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ പറയണം. ആദ്യമൊക്കെ പറഞ്ഞു. അതെ, അതാ കാരണം. കണ്ണ് കാണാത്തവൻ ഇതാ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഓനക്ക് കാണാനും അറിയാനും കഴിയില്ല. ഇപ്പോൾ നേരത്തെ ഞാൻ ഇവരെ വിളിച്ചിട്ടൊരു സാധനം കാണിച്ചു. ആ ചങ്ങായിൻ്റെ ലോറി, ടാങ്കർ ലോറി. നമ്മളെല്ലാം മനസ്സിലാക്കി വെള്ളം പെട്രോളെല്ലാം കൊണ്ടുവന്ന ടാങ്കിലാണ്, അത് കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കാന്നല്ലേ. ചങ്ങായിൻ്റെ ടാങ്കർ ലോറിയിൽ 10, 12, 7 ലിറ്റർ, 7000 ലിറ്റർ പെട്രോൾ കയറ്റിയിട്ട് ഓരോ സ്ഥലത്തും 500, 1000 ഇറക്കി കൊടുക്കുക. ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ മോനെ? അപ്പോൾ പെട്രോൾ പമ്പിൽ കിട്ടുന്ന പോലെയുള്ള മീറ്റർ വണ്ടിയിൽ തന്നെ ഉണ്ട്, വലിയ പെട്ടി. ഇപ്പോഴും ഞാൻ കാണാൻ ആദ്യമായിട്ട് ഞാൻ അറിയാണ്. മീറ്റർ പെട്രോൾ പമ്പിലെ പോലെ എല്ലാത്തുണ്ട്. ആവശ്യമായത് അവിടെ അടിച്ചു കൊടുക്കും, അപ്പുറം കൊണ്ടേ അടിച്ചു കൊടുക്കും. ഞാൻ ആദ്യമായിട്ട് കാണുന്ന ആ അത്ഭുതം ഞാൻ പറയുന്നത്. അപ്പം നമ്മൾ കാണാത്ത അറിയാത്ത ഒന്നിനെ പറയുമ്പോൾ നമ്മളത് കണ്ടും പറഞ്ഞും അംഗീകരിച്ചേ പറ്റൂ. അത് എല്ലാത്തിനും വിമർശിക്കാൻ പാടില്ല. അപ്പം ഞാൻ അറിയാത്ത ഒരാദ്യമായിട്ടുള്ള കാര്യം ഞാൻ കാണുന്നു. ഞാൻ ഇവരൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു. അതാ നോക്കുമോനെന്ന്. അതാ നേരത്തെ അവിടെ പണി. അതെ, അതല്ല ടാങ്കർ കൊണ്ടേ അവിടെ അയച്ചു കൊടുക്കുന്നു. അപ്പൊ എന്നെ പോലെയാണ് നമ്മള്. ആളുകൾ എന്തൊക്കെയോ പറയും. ആര് എന്ത് പറയുന്നതെന്ന് അള്ളാഹ്ക്ക് പ്രശ്നമല്ല. ആണോ? പ്രശ്നമാണോ? ഇനി ഇവിടെ വന്ന് കൊന്നാൽ തന്നെ എന്നെ കൊല്ലം കഴിയോ? ഞാൻ ആത്മാവിലേക്ക് ചേക്കേറിപ്പോയില്ലേ. എന്നെ പോലെ നിങ്ങളും പോണം. ഈ ശരീരമല്ല ഞാൻ, നിങ്ങളും. ഈ ആത്മാവ് നഷ്ടപ്പെട്ട പിന്നെ ശരീരം കാണോ, കേൾക്കോ, അറിയോ, പ്രവർത്തിക്കുമ്പോൾ അപ്പൊ നിങ്ങൾ പറയും മയ്യത്ത് അല്ലേ, ഡെഡ് ബോഡി. ഇപ്പോഴും ഇത് മയ്യത്താണ്. ഇനി സ്വന്തമായിട്ടൊന്നുമില്ല. ആത്മാവായ ഞാനില്ലെങ്കിൽ, നിങ്ങളില്ലെങ്കിൽ, അപ്പൊ നിങ്ങൾ ആത്മാവാണ് അല്ലേ. ആത്മാവില്ലേ, കാഴ്ചയും കേൾക്കും അറിയും പ്രവർത്തനമില്ലല്ലോ, അവിടെ കിടക്കൂലേ. അപ്പോൾ അതിന് മയ്യത്ത്, ഡെഡ് ബോഡി എന്നൊക്കെ പറയൂലേ, ശവം എന്നൊക്കെ പറയും. അപ്പം ആരാണ് ഇതിനെ സൃഷ്ടിച്ചവൻ തന്നെയാണ് ഇതിൽ പ്രവേശിച്ചുകൊണ്ട് ഇതിലൂടെ കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു, പ്രവർത്തിക്കുന്നു ഒക്കെ. നിങ്ങളാരാണിപ്പം? നിങ്ങളാരാണ്? ഈ പരമാത്മാവായ അല്ലാഹു അല്ലേ ഉദ്ദേശിച്ച് ഇവിടെ വന്നതും ഈ കേട്ടും അറിഞ്ഞും കൊണ്ടിരിക്കുന്നത്. ഇതിനല്ലേ നിങ്ങൾ അബുദാബിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഈ യാഥാർത്ഥ്യത്തെ, അത്ഭുതത്തെ കേൾക്കാൻ കാണാൻ. അതെ.